ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. നമ്മുടെ വൺ പീസിൻ്റെ ഫൈനൽ വാർ ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫൈനൽ വാറിൽ നമ്മൾ ഒരുപാട് ഫൈറ്റ്സ് കാണും. അപ്പോൾ അതിലുണ്ടാക്കാൻ പോകുന്ന ചില മേജറായിട്ടുള്ള ഫൈറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ അൽബ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ ഞാനധികം പറഞ്ഞു വിറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് അങ്ങ് പോയേക്കാം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മേജറായിട്ട് നടക്കാൻ പോകുന്ന 6 ഫൈറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ 6ാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ സാഞ്ചിയുടെ ഒരു ഫൈറ്റാണ്. സാഞ്ചിയുടെ ഓപ്പണൻ്റ് ആരാണെന്ന് ഞാൻ ഉറപ്പായിട്ട് പറയുന്നില്ല. ചിലപ്പോൾ നമ്മുടെ 5 ഗോറോസയുണ്ട്, അതിലാരെങ്കിലും ഒരു ഇത്തറായിരിക്കും നമ്മുടെ സാഞ്ചിയുടെ ഓപ്പണൻ്റായിട്ട് വരാൻ പോകുന്നത്. അത് ആരാണെന്ന് നമുക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും എന്തായാലും ഈ 5 ഗോറോസേഴ്സിൽ ആരെങ്കിലും ആയിരിക്കും നമ്മുടെ സാഞ്ചിൻ്റെ ഓപ്പണൻറ്റ്. പിന്നെ നടക്കാൻ ചാൻസുള്ള ഒരു ഫൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഷാങ്ക്സ് വേഴ്സസ് ബ്ലാക്ക് ബിയർഡാണ്. നമുക്കറിയാം നമ്മുടെ ഷാങ്ക്സ് ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ പിന്നാലെ തന്നെയാണുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഷാങ്ക്സിൻ്റെ ക്രൂ അതുപോലെ തന്നെ ബ്ലാക്ക് ബിയർഡിൻ്റെ ക്രൂവും തമ്മിലൊരു ഫൈറ്റ് എന്തായാലും നടക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈ ഫൈറ്റിൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ ട്രൂ പവർ എന്താണെന്ന് കാണാനും കഴിഞ്ഞേക്കും. അതുപോലെ തന്നെ ബ്ലാക്ക് ബിയർഡിനെ കുറിച്ചുള്ള എല്ലാ മിസ്റ്ററീസും റിവീലും ആകുന്നതായിരിക്കും ഈ ഒരു ഫൈറ്റോട് കൂടി. ഇനി ഈ ലിസ്റ്റിൽ 4ാമത് വരുന്നത് മറ്റൊരു ഫൈറ്റും അല്ല, നമ്മുടെ സാബോയും അതുപോലെ തന്നെ നമ്മുടെ അക്കൈനും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. ഈ ലിസ്റ്റ് 4ാം സ്ഥാനത്ത് വരാനുള്ള കാരണം നമുക്കറിയാം, നമ്മുടെ ഏസിനെ കൊന്നത് നമ്മുടെ അക്കൈനുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ ഫൈറ്റ് നമ്മുടെ ലൂഫി വേഴ്സസ് അക്കൈന് നടക്കുകയാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ സാബോ ആയിരിക്കും നമ്മുടെ അക്കൈനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇവർ 3 പേരുടെ ഇടയിലുണ്ടായിരുന്ന ബോണ്ട് ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് ലൂഫി ഫൈറ്റ് ചെയ്താലും നമ്മുടെ സാബോ ഫൈറ്റ് ചെയ്താലും ഒരേപോലെ തന്നെയാണ്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ സാബോയുടെ കയ്യിലാണ് നമ്മുടെ ഏസിൻ്റെ ഡെവിൾ ഫ്രൂട്ടും ഉള്ളത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ സാബോ ആയിരിക്കും നമ്മുടെ അക്കൈനുവിനെ ഡിഫീറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നടക്കാൻ പോകുന്ന ഒരു മേജറായിട്ടുള്ള ഫൈറ്റ് നമ്മുടെ ഗാർലിൻ ഫിഗർലൻഡും നമ്മുടെ മങ്കി ഡി ഡ്രാഗനും തമ്മിലായിരിക്കും. ഞാൻ ഈ ഫൈറ്റ് നടക്കുമെന്ന് പറയാനുള്ള മെയിൻ കാരണം നമ്മുടെ റവല്യൂഷണറി ആർമിയുടെ ലീഡറാണ് നമ്മുടെ മങ്കി ഡി ഡ്രാഗൻ. ഡ്രാഗന് പറ്റിയൊരു ഓപ്പണൻറ്റ് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗാർലിംഗ് മാത്രമേ ഉള്ളൂ. ഗാർലിങ്ങിനെ തൻ്റെ ഓൾഡ് ഏജ് തളർത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഗാർലിങ്ങിന് ഇപ്പം തൻ്റെ കൈ ഫോംസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാകും നമ്മുടെ ഇമൂസാമയുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർലിങ്ങിൻ്റെ സ്ട്രെങ്ത് ഒരുപാട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഗാർലിങ്ങും ഡ്രാഗനും തമ്മിലുള്ള ഒരു ക്ലാഷും വളരെ എപ്പിക്കായിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും. ഇനി നമ്മുടെ വൺ പീസ് ഫാൻസ് 20 കൊല്ലമായിട്ട് കാത്തിരിക്കുന്നൊരു ഫൈറ്റാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 20 കൊല്ലം എന്നല്ല പറയേണ്ടത്, 24-25 കൊല്ലം അങ്ങനെ കാത്തിരിക്കുന്ന ഒരു ഫൈറ്റാണ് നമ്മുടെ സോറോയും മീഹോക്കും തമ്മിലുള്ള ഫൈറ്റ്. ഈ ഫൈറ്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വൺ പീസ് ഫാൻസ് കാലാകാലങ്ങളായി കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫൈറ്റ് നമ്മുടെ വൺ പീസിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫൈറ്റായി മാറുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. ഇനി വൺ പീസിൽ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഫൈറ്റാണ് നമ്മുടെ ഇമൂസാമയും നമ്മുടെ ലൂഫിയും തമ്മിലുള്ള ഫൈറ്റ്. ഈ ഫൈറ്റായിരിക്കും നമ്മുടെ വൺ പീസിൻ്റെ ഫ്യൂച്ചർ നിശ്ചയിക്കാൻ പോകുന്നത്. കാരണം 800 വർഷങ്ങളായിട്ട് നമ്മുടെ വൺ പീസ് വേൾഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഇമൂസാമ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ ഡിഫീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അത് നമ്മുടെ ലൂഫിയുടെ തലയിലാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ലൂഫിയുടെ കയ്യിലാണ് നമ്മുടെ വൺ പീസ് വേൾഡിൻ്റെ തന്നെ ഫേറ്റ്. അപ്പോൾ ഈ ഒരു ഫൈറ്റ് നമ്മുടെ വൺ പീസ് വേൾഡിൽ നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഫൈറ്റ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വൺ പീസിൽ നടക്കാൻ പോകുന്ന മേജറായിട്ടുള്ള ഫൈറ്റ്സ്. അപ്പോൾ ഈ ഒരു ഫൈറ്റിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ അനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു ഡേ കാണുന്നതുവരെ ബൈ ബൈ.